CPM-ന്റെ നട്ടെല്ലാണ് BJP-ക്ക് വോട്ട് ചെയ്ത് ജനം തകർത്തിരിക്കുന്നത്. മരം മുറിക്കുന്ന മെഷീനുകളുമായി ജനങ്ങളെ ആക്രമിക്കാൻ വേണ്ടി CPM നേതാക്കന്മാരും പ്രവർത്തകരും ഇറങ്ങിയിരിക്കുകയാണ്. ജനങ്ങൾ CPM-ന്റെ പിണറായി വിജയന്റെ ഔദാര്യം വാങ്ങി നക്കിയെന്നാണ്. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവർ നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. CPM വിരുദ്ധമായി, പിണറായി വിരുദ്ധമായി, LDF വിരുദ്ധമായി നടത്തിയ ജനങ്ങളുടെ ഒരു പ്രതിഷേധം, ജനങ്ങളുടെ പ്രഹരം, ജനങ്ങൾ പിണറായിയുടെയും CPM-ന്റെയും കരണത്തടിച്ച അടിയുടെ CPM-നെ പേടിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട, CPM-ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി. CPM-ൽ നിന്ന് ആ വോട്ടുകളെല്ലാം ഒലിച്ചു പോവുകയാണ്. പിണറായി സർക്കാരും വല്ലാണ്ട് ഹാലിളക്കിയിരിക്കുകയാണ്. അവർ പേടിച്ച് വിരണ്ട് ആ ഭയവും പരിഭ്രമവും ആ നാണക്കേടും എല്ലാം ജനങ്ങളുടെ മേൽ കുതിര കയറി ജനങ്ങളെ ആക്രമിച്ചു തീർക്കാൻ വേണ്ടി നോക്കിയാൽ ജനങ്ങളും BJP-യും നിങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ നേരിട്ടറിയാൻ വേണ്ടി പോവുകയാണ്. നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പുറത്ത് വന്നതിന് ശേഷം CPM-ന് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത്. CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ BJP-യും കോൺഗ്രസും വൻ വിജയം നേടിയിരിക്കുന്നു. ഇതിന് പിന്നാലെ കോഴിക്കോട്, കണ്ണൂർ ഉൾപ്പെടെയുള്ള നിരവധി ജില്ലകളിൽ CPM പ്രവർത്തകർ ജനങ്ങളെ തന്നെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. സത്യത്തിൽ ഭരണത്തിൽ ബുദ്ധിമുട്ടിക്കഴിയുന്ന ജനങ്ങൾ CPM-നെ ഇനിയും സഹിക്കണോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശ്രീ ഗോകുൽ ഗോപിനാഥ്. കേരളത്തിൽ ജനം LDF-നും പിണറായി വിജയനും വലിയ പ്രഹരമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ജനങ്ങളെ അവരുടെ അവകാശങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഭിക്ഷ കൊടുക്കുന്നത് പോലെ കൊടുത്ത് എല്ലാ കാലത്തും ജനങ്ങളെ കബളിപ്പിച്ച് കൂടെ നിർത്താം എന്നുള്ള CPM-ന്റെയും പിണറായി വിജയൻ്റെയും ധാരണയെ പൊളിക്കുന്നതായിരുന്നു ഈ തിരഞ്ഞെടുപ്പ്. രണ്ടാമത്, ഈ തിരഞ്ഞെടുപ്പിനകത്ത് ഒരു കാലത്തും CPM-ന് വിശ്വസിക്കാൻ കഴിയാത്ത, CPM അംഗീകരിക്കാത്ത വലിയ മുന്നേറ്റമാണ് BJP ഉണ്ടാക്കിയത്. ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണ് തിരുവനന്തപുരം. പ്രത്യേകിച്ച് വിഴിഞ്ഞമടക്കമുള്ള പ്രധാനപ്പെട്ട ഗേറ്റ്വേ തുറമുഖങ്ങൾ തിരുവനന്തപുരത്തുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ ഭരണ സാംസ്കാരികമായ പ്രത്യേകതകളൊക്കെ ഇതെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ കൈവശാവകാശം പോലെ അനുഭവിച്ചു കൊണ്ടിരുന്ന CPM അവർക്ക് നഷ്ടപ്പെട്ടു. CPM-ന് നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ഏത് പ്രദേശത്ത് എന്ത് നഷ്ടപ്പെട്ടാലും, ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നഷ്ടപ്പെട്ടാലും CPM-ന് അത്ര വലിയ പ്രഹരം ഏൽക്കില്ല. പക്ഷേ കേരളത്തിലെ CPM-നെ ഫണ്ട് ചെയ്യുന്ന, കേരളത്തിൻ്റെ CPM-ന്റെ ഖജനാവ് നിറയ്ക്കുന്ന ഒരു വെള്ളാനയായിരുന്നു കഴിഞ്ഞ 45 വർഷമായിട്ട് തിരുവനന്തപുരം നഗരസഭ. ആ നഗരസഭയാണ്, CPM-ന്റെ സാമ്പത്തിക സ്രോതസ്സാണ്, CPM-ന്റെ നട്ടെല്ലാണ് BJP-ക്ക് വോട്ട് ചെയ്ത് ജനം തകർത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രതികരണം ഭ്രാന്ത് പിടിച്ചതുപോലെ CPM നടത്തും. കണ്ണൂരിലും കോഴിക്കോടുമൊക്കെ നടന്നത് അതാണ്. ഇവിടെ വടിവാളുകളുമായി, മരം മുറിക്കുന്ന മെഷീനുകളുമായി ജനങ്ങളെ ആക്രമിക്കാൻ വേണ്ടി CPM നേതാക്കന്മാരും പ്രവർത്തകരും ഇറങ്ങിയിരിക്കുകയാണ്. ജനങ്ങളെ വെല്ലുവിളിച്ചവരെ ജനങ്ങൾ പരീക്ഷിച്ചപ്പോൾ, ജനങ്ങൾ പ്രഹരിച്ചപ്പോൾ വീണ്ടും ജനങ്ങളെ ആക്രമിക്കാൻ, കൊല ചെയ്യാനുള്ള വലിയ പദ്ധതിയുമായി CPM നടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലും നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങളുടെ യഥാർത്ഥ സ്വഭാവം, ഞങ്ങളുടെ യഥാർത്ഥ ചുവപ്പ്, ഈ പറയുന്ന ഭീകരത കേരളത്തിൽ നിങ്ങൾ കാണാൻ കിടക്കുന്നു എന്ന് പറഞ്ഞ് നിയമസഭ ലാക്കാക്കിക്കൊണ്ട് ജനങ്ങളെ പേടിപ്പിച്ച് കൂടെ നിർത്താനുള്ള വലിയ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം MM മണിയെ പോലെയുള്ള നേതാക്കന്മാർ, മുൻ മന്ത്രി അടക്കം, നിലവിലെ MLA അടക്കമുള്ള ആളുകൾ പറയുന്നത് ജനങ്ങൾ CPM-ന്റെ പിണറായി വിജയന്റെ ഔദാര്യം വാങ്ങി നക്കിയെന്നാണ്. ജനങ്ങൾക്ക് ലഭിച്ച അംഗീകാരം, അല്ലെങ്കിൽ ജനങ്ങളുടെ അവകാശത്തെ എന്താ പറയുക, ഒരു രീതിയിലും മാനിക്കാതെ അത് തങ്ങൾ കൊടുത്ത ഔദാര്യമാണെന്ന് പറയുകയും ആ ഔദാര്യം പറ്റി തങ്ങൾക്ക് വോട്ട് ചെയ്യാത്ത ജനങ്ങൾ നക്കുന്നവരാണ്. അങ്ങനെ ജനങ്ങൾ ഏറ്റവും വില കുറച്ച്
ജനങ്ങളെ മൃഗങ്ങളെപ്പോലെ കാണുന്ന നേതാക്കന്മാരുടെ പാർട്ടിയാണ് CPM എന്നുള്ളത് എല്ലാ കാലത്തും അങ്ങനെയാണ്. ഇന്നിപ്പോൾ അത് അവരുടെ പരാജയം കാരണം അവരത് പുറത്തേക്ക് പ്രകടിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളെ ആക്രമിച്ച് ജനങ്ങളെ കയ്യേറ്റം ചെയ്ത് CPM ജനങ്ങളിൽ നിന്ന് കൂടുതൽ അകലുക തന്നെ ചെയ്യുകയുള്ളൂ. CPM ജനങ്ങളിൽ നിന്ന് അകന്നു കഴിഞ്ഞു. നിങ്ങൾ നോക്കൂ, CPMന്റെ പൊന്നാപുരം കോട്ടകളായിരുന്ന, CPMന്റെ ശക്തി ദുർഗങ്ങളായിരുന്ന സ്ഥലങ്ങളിലെല്ലാം CPM പരാജയപ്പെട്ടു പോയി. കൊല്ലം CPMന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. CPMന്റെ മാത്രമല്ല, ഇടത് പാർട്ടികളുടെ ശക്തി കേന്ദ്രമാണ്. കൊല്ലം കോർപ്പറേഷൻ അടക്കം, കൊല്ലത്തെ ബ്ലോക്ക് പഞ്ചായത്തുകൾ, ഗ്രാമപഞ്ചായത്തുകൾ അടക്കമുള്ള പ്രദേശങ്ങളിൽ അവിടെ CPM വിരുദ്ധമായിട്ടുള്ള ഒരു ഏകീകരണം വോട്ടിനുണ്ടായി. BJPക്ക് 6 സീറ്റുണ്ടായിരുന്ന ഈ കൊല്ലം നഗരസഭയിൽ, കോർപ്പറേഷനിൽ 12 സീറ്റായി അവിടെ വർദ്ധിപ്പിച്ചു. അപ്പോൾ അത്തരത്തിൽ കോഴിക്കോട് വലിയ മുന്നേറ്റമാണ് BJP ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ എറണാകുളത്തെ പ്രദേശങ്ങളിൽ, ഗ്രാമപഞ്ചായത്തുകൾ, അങ്ങനെ വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടായി. ഇവിടെ കോൺഗ്രസ് CPM വിരുദ്ധമായി, പിണറായി വിരുദ്ധമായി, LDF വിരുദ്ധമായി നടത്തിയ ജനങ്ങളുടെ ഒരു പ്രതിഷേധം, ജനങ്ങളുടെ പ്രഹരം, ജനങ്ങൾ പിണറായിയുടെയും CPMന്റെയും കരണത്തടിച്ച അടിയുടെ ഔദാര്യം പറ്റുകയാണ് കോൺഗ്രസ് ചെയ്തത്. പക്ഷേ യഥാർത്ഥമായി വികസനത്തിന്, മുന്നേറ്റത്തിന്, ഭാവിക്ക്, യുവാക്കൾക്ക്, നാടിന് അനുകൂലമായി ജനങ്ങൾ നൽകിയ യഥാർത്ഥ രാഷ്ട്രീയമായ പിന്തുണ BJPക്ക് ലഭിച്ചു. ഇത് CPMനെ പേടിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട, CPM കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി. CPMൽ നിന്ന് ആ വോട്ടുകളെല്ലാം ഒലിച്ചു പോവുകയാണ്. അത് ഒലിച്ചു വരുന്നത് എങ്ങോട്ടാണ്? BJPയിലേക്കാണ്. അപ്പോൾ രണ്ടാമതൊരു പ്രശ്നം കൂടെ നടക്കുന്നുണ്ട്. CPMനെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ അധികാരത്തിലേക്ക് എത്തിച്ച ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങോട്ട് പോകുന്നു? കോൺഗ്രസിലേക്ക് പോകുന്നു. കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കാനുള്ള ഒരു പരിശ്രമം ലീഗ് അടക്കമുള്ള, SDPI അടക്കമുള്ള, ജമാഅത്തി അടക്കമുള്ള, ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ നടത്തുന്നു. അപ്പോൾ എല്ലാ രീതിയിലും പിണറായി വിജയനും ഗോവിന്ദൻ മാഷും CPMും LDFും പിണറായി സർക്കാരും വല്ലാണ്ട് ഹാലിളക്കിയിരിക്കുകയാണ്. അവർ പേടിച്ച് വിരണ്ട് ആ ഭയവും പരിഭ്രമവും ആ നാണക്കേടും എല്ലാം ജനങ്ങളുടെ മേൽ കുതിര കയറി ജനങ്ങളെ ആക്രമിച്ചു തീർക്കാൻ വേണ്ടി നോക്കിയാൽ ജനങ്ങളും BJPയും നിങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ നേരിട്ടറിയാൻ വേണ്ടി പോവുകയാണ്. ജനങ്ങൾക്ക് നേരെ കുതിര കയറി ജനങ്ങളെ ഭീഷണിപ്പെടുത്തി കേരളത്തിൽ CPMനെയും അവരുടെ നേതാക്കന്മാരെയും ഈ നാട്ടിനകത്ത് സ്വൈര്യമായി ഇറങ്ങി നടക്കാൻ BJPയുടെ അവസാനത്തെ പ്രവർത്തകനുമുള്ള കാലത്തോളം ഞങ്ങൾ അനുവദിക്കില്ല. അതിന് ഞങ്ങൾക്ക് കോർപ്പറേഷൻ ഭരണവും ഞങ്ങൾക്ക് MPയും MLAയുടെ ആവശ്യമൊന്നും ഇല്ല എന്ന് മാത്രമാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. ജനങ്ങൾക്ക് നേരെയുള്ള ആക്രമണം CPM അവസാനിച്ചില്ലെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായി സംഭവിക്കാൻ പോകുന്ന നിങ്ങളുടെ വീഴ്ച, നിങ്ങളുടെ ആഘാതം അത് കുറച്ചുകൂടി നേരത്തെയാകുമെന്ന് നിങ്ങൾ ഓർത്താൽ നല്ലതെന്ന് മാത്രമാണ് പറയാനുള്ളത്.